സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൺസിഡർ എ ലീനിയർ കോസൽ ടൈം ഇൻവാരിയന്റ് സിസ്റ്റം ആസ് ഷോൺ ഇൻ ഫിഗർ. Determine the output voltage V0 of t for a unit step input. Assume no initial charge in capacitor. Okay, this is the question. And അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 of t ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മളിത് ചെയ്യുന്നത് ബൈ യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് ചിലപ്പം ചോദിക്കും ബൈ യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ചോദിക്കും. ഇനി അങ്ങനെ അല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളത് എളുപ്പത്തിൽ ചെയ്യാൻ ഏതാണോ ആ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ലാപ്ലാസ് ആണെങ്കിലും ഫോറിയർ ആണെങ്കിലും സിമിലർ ആണ്, അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ എന്താണ് നമുക്കിവിടെ V0 of t ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യും, ഈ സർക്യൂട്ടിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യും, ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇപ്പോൾ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സിംഗിൾ ലൂപ്പ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്തെടുക്കാം, മൈനസ് VI of t ഇൻപുട്ട് സിഗ്നൽ മൈനസ് VI of t പ്ലസ് I of t r പ്ലസ് 1/c ഇൻറ്റഗ്രൽ I dt ഈക്വൽ ടു 0. ഓക്കെ, ഈ കൺവെൻഷണൽ സൈൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമുക്കിപ്പം KVL ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇന്നലെ എടുത്ത പോലത്തെ സൈൻ കൺവെൻഷൻ എടുക്കാം. എന്താണ്, സപ്ലൈ വോൾട്ടേജിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കും, ബാക്കി ഡ്രോപ്സ് ഒക്കെ നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഓക്കെ, സോ അറൌണ്ട് ദ ലൂപ്പ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് എന്തായിരിക്കും, സം ഓഫ് ടോട്ടൽ വോൾട്ടേജ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സപ്ലൈ വോൾട്ടേജിന്റെ വാല്യൂ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തുവെങ്കിൽ ബാക്കിയുള്ള ഡ്രോപ്പുകളൊക്കെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് സൈൻ കൺവെൻഷൻ നോക്കാം, ഈ ഡയറക്ഷനിലാണ് പോസിറ്റീവ് ആണെങ്കിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നിടത്ത് പോസിറ്റീവ് സൈനും ലീവ് ചെയ്യുന്നിടത്ത് നെഗറ്റീവ് സൈനും. ഓക്കെ, കപ്പാസിറ്റർ ഓൾസോ എൻറ്ററിങ് പോസിറ്റീവ് ലീവിങ് നെഗറ്റീവ്. ഓക്കെ, ഈ രീതിയിലാണ് ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് മൈനസ് പ്ലസ് വരുന്നതിനെ നമ്മൾ നെഗറ്റീവ് തന്നെ എടുത്തു, ദെൻ പ്ലസ് മൈനസ് വരുന്നതിനെ പോസിറ്റീവ് തന്നെ എടുത്തു, അഗെയിൻ പ്ലസ് മൈനസ് വരുന്നതിനെ പോസിറ്റീവ് തന്നെ എടുത്തു. ഓക്കെ, എങ്ങനെ എടുത്താലും രണ്ടും ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, സോ ഞാനിവിടെ ആ ഒരു സൈൻ കൺവെൻഷൻ മൈനസ് VI of t പ്ലസ് I of t ഇൻറ്റു ആർ പ്ലസ് 1/c ഇൻറ്റഗ്രൽ I dt. ഇതൊക്കെ പറഞ്ഞതാണ്. I of t ഇൻറ്റു ആർ എന്താണ്, കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്, ആൻഡ് 1/c ഇൻറ്റഗ്രൽ I dt എന്താണ്, സോറി, I of t ഇൻറ്റു ആർ എന്ന് പറയുന്നത് റെസിസ്റ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്, ആൻഡ് 1/c ഇൻറ്റഗ്രൽ I dt എന്ന് പറയുന്നത് കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, സോ ഈ ഇക്വേഷൻ നമ്മൾ എഴുതി, KVL യൂസ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ എഴുതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു കൺസിഡറേഷൻ ഉള്ളത്, the capacitor across the voltage, that is 1/c integral I dt equal to what, that is V0 of t. Okay, അത് V0 of t ആണ്. Okay, so we can write V0 of t is equal to 1/c integral I dt. അപ്പോൾ V0 of t ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, we are applying Laplace transform here. Okay, so second step instead of 1/c integral I dt we are writing V0 of t. Then this equation consider ചെയ്യുക, take it as equation number 1, and എന്ത് ചെയ്യും, നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, taking Laplace transform on both sides. Okay, ഇവിടെ രണ്ട് സൈഡിലും Laplace transform എടുക്കുന്നു. Okay, so we can write r into I of s, that is ഈ പോസിറ്റീവ് ടേംസ് ഒക്കെ ഒരു സൈഡിൽ വെക്കാം, ഈ മൈനസ് VI of t എന്നുള്ളത് ഇക്വേഷൻ നെക്സ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് I of t ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്, ക്യാപിറ്റൽ I of s, ദാറ്റ് ഈസ് ഇൻറ്റു ആർ പ്ലസ് V0 of t യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്, V0 of s, ദാറ്റ് ഈസ് ഈക്വൽ ടു VI of s, വിച്ച് ഇസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് VI of t. ഓക്കെ, സോ ഇക്വേഷൻ നമ്മൾ ഇതുപോലെ രണ്ട് സൈഡിലും, ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എന്ത് ചെയ്തു, ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു, നമ്മൾ ഇതുപോലെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, ദെൻ വാട്ട് ഈസ് VI of s? എന്താണ് VI of s? VI of s എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തന്നിട്ടുണ്ട് ഫോർ എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ VI of t എന്താണ്, ദാറ്റ് ഈസ് U of t ആണ്. സോ വാട്ട് ഈസ് VI of s? ദാറ്റ് ഈസ് 1/s അല്ലേ. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് U of t എന്താണ്, 1/s ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് VI of s we can write 1 of s. ഓക്കെ, ഇനി ഈ വാല്യൂസ് ഒക്കെ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ VI of s is equal to 1/s. So 1/s is equal to r into I of s plus V0 of s. Okay, ഇനി
ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? V0 of s equal to 1 by cs into I of s ആണ്. So we can write I of s is equal to V0 of s into cs. അല്ലേ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I of s കിട്ടും. ഈ ഇക്വേഷനിൽ ഒരു I of s ഉണ്ട് അല്ലേ? നമുക്ക് എന്ത് വേണം? V0 of s ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എല്ലാ ടേംസും നമുക്ക് കോമൺ ആയിട്ട് ഒരു ടേമിലേക്ക് കൊണ്ടുവരാനാണ് എളുപ്പം. ഓക്കെ, അങ്ങനെ ചെയ്താലാണ് നമുക്ക് എളുപ്പത്തിൽ V0 of s കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യുക? I of s നെ നമുക്ക് V0 of s ന്റെ ടേംസിലേക്ക് എഴുതാം. ദാറ്റ് ഈസ് I of s is equal to V0 of s into cs. സോ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 1 by s equal to r into I of s plus V0 of s ആണ്. അതിന് പകരം RCS into V0 of s plus V0 of s. ഓക്കെ, സോ ഇതുപോലെ എഴുതി ദെൻ ഈ ഇക്വേഷന് നമുക്ക് V0 of s കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് V0 of s is equal to 1 by s into 1 plus RCS. ഓക്കെ, ദെൻ നമുക്കിനി എന്ത് വേണം? ഇതൊരു സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോമിലല്ല ഉള്ളത്. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമുക്ക് s പ്ലസ് എ എന്നുള്ളൊരു ടേമിലേക്ക് അതിനെ ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ പറ്റണം. ഇവിടെ നമുക്ക് s പ്ലസ് അല്ല, എസിൻ്റെ കൂടെ ഒരു RC എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഉണ്ട്. സോ RC എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ or should be divided by RC. Okay, so numerator divide ചെയ്യുമ്പോൾ 1 by RC വരും, divided by ഇവിടെ നോക്കിയേ s ഓൾറെഡി വരും, സോ ഇത് രണ്ടും ക്യാൻസൽ ഫൈനലി s plus c. ഓക്കെ, അതാണ് s plus 1 by RC. സോ ഇതൊരു സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോമിലായി. ഓക്കെ, ഇനി ഇതിൻ്റെ V0 of s ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി V0 of t ആണ് വേണ്ടത്. സോ എന്ത് വേണം? നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഫോർ ദാറ്റ് വി ആർ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഹിയർ. ഓക്കെ, സോ ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്താൽ വി ക്യാൻ റൈറ്റ് a by s plus b by s plus 1 by RC. ഓക്കെ, ദെൻ നമ്മുടെ നോർമൽ മെത്തേഡ് യൂസ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ വാല്യൂസ് ഫോർ a and b. ദാറ്റ് ഈസ് a is equal to 1 and b is equal to -1. Okay, so substitute these values. So V0 of s is equal to 1 by s plus -1 by s plus 1 by RC. Okay, then ഇതിന്റെ inverse Laplace transform എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ. What is the inverse Laplace transform of 1 by s? That is 1. Okay, 1 into u of t ആണ്, that is 1. Then what is -1 by s plus 1 by RC? That is minus e raised to 1 by RC. This is minus e raised to 1 by RC into t. ആക്ച്വലി നമ്മൾ എന്ത് എഴുതും? 1 by s plus a ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ ടി അല്ലേ? അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എ ടി ആണ്. സോ വാട്ട് ഈസ് 1 by s plus 1 by RC? ഇൻസ്റ്റെഡ് ഓഫ് a we have 1 by RC. So inverse Laplace transform of this value is e raised to minus at. Okay, instead of at we will get 1 by RC. Okay, so substitute this value 1 by RC into t. So we can write e raised to minus t by RC. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Okay, and what is the value of RC? R 1 ohm ആണ് അല്ലേ? R is equal to 1 ohm ആണ്. C is equal to 2 farad ആണ്. Okay, so രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടും സ്റ്റാൻഡേർഡ് ഫോമിലാണുള്ളത്, ഓമിലും ഫാരഡിലും ആണ്. 1 into 2 3 ആണ് 2. So we can write instead of RC 2. Okay, so 1 minus e raised to minus t by 2. This is our output voltage. Okay, clear ആണോ? നമ്മളിത് മുന്നേ പഠിച്ച പല ടേംസ് ഇവിടെ യൂസ് ചെയ്തു അല്ലേ? KVLൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം സിമ്പിൾ ആണ്. അത് യഥാർത്ഥ കോൺസെപ്റ്റ് മനസ്സിലാക്കി ബേസിക്സ് മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ സിമ്പിൾ ആണ്. ഇതിപ്പോൾ കുറച്ചുകൂടി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ആർക്കെങ്കിലും എനി ഡൗട്ട്? വോയിസ് ഒക്കെ ക്ലിയർ ആണോ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇത്രത്തോളം ആകുമ്പോഴേക്കും നമ്മുടെ അനാലിസിസ് ഓഫ് എൽ ടി സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം
ആ സെക്ഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ദ അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടേം ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഇതും ആക്ച്വലി ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിട്ട് സിമിലർ ആണ് അല്ലേ? മുന്നേ നമ്മൾ പറഞ്ഞു വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിൽ എന്താണ്? എസ് ഡൊമെയിൻ ആണ്. ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് എസ് ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ. ഫ്രീക്വൻസി ഡൊമെയിൻ ആണ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, സോ ലാപ്ലാസ് ട്രാൻസ്ഫോമിലെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ പ്ലസ് ജെ ഒമേഗ ആണ്. അതിൽ വെൻ സിഗ്മ ഈക്വൽ ടു 0 ദാറ്റ് ഈസ് ദ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടീഷൻ. ഓക്കെ, സോ നമ്മുടെ എസ് ഡൊമെയിനിൽ എഴുതുന്ന സമയത്ത് എസ് എവിടേക്കാണോ എഴുതുന്നത് ആ പൊസിഷനിലൊക്കെ ഇൻസ്റ്റെഡ് ഓഫ് എസ് ഇഫ് യു ആർ റൈറ്റിംഗ് ജെ ഒമേഗ ദെൻ ഇറ്റ് ഈസ് ഫോറിയർ ട്രാൻസ്ഫോം അല്ലേ? എസിന് പകരം അവിടെ ജെ ഒമേഗ റൈറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഫോറിയർ ട്രാൻസ്ഫോം ആയി. ബിക്കോസ് എസ് ഈസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ ആണ്. അതിൽ വെൻ സിഗ്മ ഈക്വൽ ടു 0 ദാറ്റ് കണ്ടീഷൻ ആണ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഇത് രണ്ടും സിമിലർ ആണ്. നമ്മൾ മുന്നേ പഠിച്ച അതേ അനാലിസിസുമായിട്ട് സിമിലർ ആണ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് എസ് വി ഹാവ് ടു റൈറ്റ് ജെ ഒമേഗ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം. സോ അപ്പം മുന്നേ പറഞ്ഞ അഡ്വാൻറ്റേജസ് തന്നെ. ഇപ്പൊ ടൈം ഡൊമെയിനിലാണ് സിഗ്നൽസ് എങ്കിൽ എന്താണ്? നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ കൺവല്യൂഷൻ. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് y of t, ഓക്കെ, y of t കണ്ടുപിടിക്കണമെങ്കിൽ we have to do the convolution operation, that is x of t into h of t. Okay, which is a complicated process. So instead of this, if you are converting this time domain quantities into corresponding frequency domain, that is output voltage by j omega what okay, or if you want to find the transfer function h of j omega, we can easily find by using equation y of j omega divided by x of j omega. Okay, അതാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. Okay, so x of j omega is the Fourier transform of x of t, that is input signal. Then y of j omega is the Fourier transform of y of t, that is output signal. And h of j omega is the Fourier transform of h of t, that is the frequency response. Okay, അപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ ഇമ്പൾസ് റെസ്പോൺസ് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ എച്ച് ഓഫ് എസ് ഇമ്പൾസ് റെസ്പോൺസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത് അല്ലേ? നോർമലി നമ്മൾ അതിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ നമ്മൾ അതിനെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്നാണ് പറയാം. എച്ച് ഓഫ് എസിന് എന്ത് പറയും? ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് ഇൻ ഫോറിയർ ട്രാൻസ്ഫോം. ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിൽ അതിന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ആ ശ്രദ്ധിക്കണം. ബിക്കോസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ബൈ യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ ബൈ യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയില്ല. ചില ടൈമിൽ പറയും, ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരാം. ബട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ വി ഹാവ് ടു യൂസ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് എന്നാണ് പറഞ്ഞതെങ്കിൽ വി ഹാവ് ടു യൂസ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, അതാണ് ആ ഒരു ഡിഫറൻസ്. സോ ക്വസ്റ്റ്യൻ ഒക്കെ നീറ്റായിട്ട് വായിച്ചിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, സോ അത് ക്വസ്റ്റ്യൻസ് നീറ്റായി വായിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കറക്റ്റായി എഴുതിയിട്ടുണ്ടാവും, ബട്ട് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്ന അടുത്ത് ലാപ്ലാസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യും? അതിന്റെ മാർക്ക് പോകും. ഓക്കെ, അപ്പൊ അതൊക്കെ നീറ്റായിട്ട് ശ്രദ്ധിക്കണം. സോ ഇതാണ് അനാലിസിസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, വിച്ച് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇനി വേറെ ഡിസ്കസ് ചെയ്യാനില്ല. ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ സെയിം കേസ് തന്നെയാണ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് എസ് വി ആർ റൈറ്റിംഗ് ജെ ഒമേഗ. ഓക്കെ, പിന്നെ ഇവിടെ രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്ട്രാ സ്പെക്ട്രം അവിടെ സ്പെക്ട്രം ഒന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ROCയുടെ കേസ് ആയിരുന്നു അല്ലേ? റീജിയൻ ഓഫ് കൺവേർജൻസ് ആയിരുന്നു. ബട്ട് ഫോറിയർ ട്രാൻസ്ഫോം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു കൺസിഡർ ദി ഫ്രീക്വൻസി സ്പെക്ട്രം. ഓക്കെ, വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം ആൻഡ് ഫേസ് സ്പെക്ട്രം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ കേസ് ആണെങ്കിൽ നിങ്ങളോട് ആ ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ ദേ മേ ആസ്ക് also find the magnitude response of the system or also find the phase response of the system. Okay, അത് ചോദിക്കും. Okay, so magnitude response ആണെങ്കിൽ എന്താണ്?
മോഡ് എക്സ് ഓഫ് ജെ ഒമേഗയാണ്. ഫേസ് റെസ്പോൺസ് ആണെങ്കിൽ ആംഗിൾ എക്സ് ഓഫ് ജെ ഒമേഗയാണ്. ഓക്കെ, സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോഴില്ല, ജസ്റ്റ് നിങ്ങളോട് ഔട്ട്പുട്ട് റെസ്പോൺസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും പറയാ. ബട്ട് സംടൈംസ് ദേ മേ ആസ്ക് ഓൾസോ ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ഓർ ഓൾസോ ഫൈൻഡ് ഫേസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ആ ക്വസ്റ്റ്യൻസ്, ആ ടേംസ് കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ എന്താണ് അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം? ക്ലിയർ അല്ലേ? അതിനെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഈ ടേം ക്ലിയർ അല്ലേ? ഓക്കെ, വോയിസ് കട്ടാവുന്ന അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ക്ലിയർ ആവുന്നില്ലേ? ഇപ്പോഴും വോയിസ് എന്തെങ്കിലും കട്ടാവുന്നുണ്ടോ? ഓക്കെ, സോ നമുക്ക് അതിന്റെ ഒരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. ഓക്കെ, സോ പ്ലീസ് റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ തന്നെ ചെയ്യാം. നമ്മൾ ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്തതാണ്. ഓക്കെ, സിമിലർ വേ ആണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരും, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. Find the frequency response of a LTI system. Find the ഇത് ഈ കളറിൽ റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? റെഡ് തന്നെ യൂസ് ചെയ്യണോ? നിങ്ങൾക്ക് റൈറ്റിംഗ് ആവുന്നില്ലേ? ഹലോ ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ പറയണം കേട്ടോ. ഞാൻ റൈറ്റ് ചെയ്യുന്നത് ക്ലിയർ ആവുന്നില്ല, വിസിബിൾ ആവുന്നില്ല, അല്ലെ ക്ലാരിറ്റി ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണം. Okay, find the frequency response of LTI system described by following differential equation using Fourier transform. Okay, find the frequency response of LTI system described by following differential equation using Fourier transform. Okay, ഇവിടെ കണ്ടോ ഫ്രീക്വൻസി റെസ്പോൺസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളോട് ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരുന്നെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓക്കെ അങ്ങനെയായിരുന്നു പറയുക. ബട്ട് ഇവിടെ എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയാം. Differential equation d square by dt square of y of t plus six d by dt of y of t plus 5 into y of t is equal to 3 into x of t. Okay, this is a transfer function. Sorry, this is a differential equation. D square by dt square of y of t plus 6 into dy by dt of d by dt of y of t plus 5 into y of t is equal to 3 into x of t. This is a differential equation. Okay, so then a question: find the frequency response of an LTI system described by the following differential equation using Fourier transform. Okay, ഇവിടെ സ്പെസിഫിക് ആയിട്ട് യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ പറയില്ല എന്താണ് ജസ്റ്റ് ഫൈൻഡ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് LTI system described by the following differential equation
അത്രേ പറയുള്ളൂ. അത്രേ പറയുള്ളൂ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ചോദിച്ചത്. സോ ഫോറിയർ ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല, അതെപ്പോഴും ശ്രദ്ധിക്കണം. സോ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഓഫ് ടി ആണോ, എച്ച് ഓഫ് ടി ആണോ, വൈ ഓഫ് ടി ആണോ, അല്ലെങ്കിൽ എച്ച് ഓഫ് ജെ ഒമേഗ ആണോ, വൈ ഓഫ് ജെ ഒമേഗ ആണോ, എക്സ് ഓഫ് ജെ ഒമേഗ ആണോ? എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, ഗുഡ്. എച്ച് ഓഫ് ജെ ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എച്ച് ഓഫ് ജെ ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസ് ആണെങ്കിൽ നമ്മളോട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസ് നമ്മളോട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് എച്ച് ഓഫ് എസ്. ഓക്കെ, ഇനി നമ്മളോട് അവിടെ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ വി ഹാവ് ടു ഫൈൻഡ് എച്ച് ഓഫ് ടി. ഓക്കെ, അതൊക്കെ ശ്രദ്ധിച്ചു വെക്കണം. ഇനി ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ നമ്മളോട് ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് എച്ച് ഓഫ് ജെ ഒമേഗ. ഓക്കെ, ഇനി ഇവിടെ ഇമ്പൾസ് റെസ്പോൺസ് പറഞ്ഞാൽ അല്ലെങ്കിൽ എച്ച് ഓഫ് ടി തന്നെ പറയും, അങ്ങനെയാണെങ്കിൽ അത് എച്ച് ഓഫ് ടി. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സോ നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? എച്ച് ഓഫ് ജെ ഒമേഗ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എന്ത് ചെയ്യണം? അപ്ലൈ ഫോറിയർ ട്രാൻസ്ഫോം അല്ല, ടേക്ക് ട്രാൻസ്ഫോം. ഈ ഒരു ഇക്വേഷൻ എന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരുന്നെങ്കിൽ എന്താണ്? ഡി ബൈ ഡി ടി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് വൈ ഓഫ് ടി എന്തായിരുന്നു ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിൽ? ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരുന്നുവെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് പൈ ഓഫ് ടി നമുക്ക് എങ്ങനെ എഴുതാം? വിതൗട്ട് കൺസിഡറിങ് ദ ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇവിടെ ഇനീഷ്യൽ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല അല്ലേ? സോ കേസ് 1 ഇക്വേഷൻസ് യൂസ് ചെയ്യാം. എസ് ഇൻറ്റു വൈ ഓഫ് എസ് ആയിരുന്നില്ലേ? എസ് സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് എസ് ആയിരുന്നില്ലേ? ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ വൈ ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? കേസ് 1 ആണ്, ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. സോ അതിന്റെ വാല്യൂ എന്തായിരിക്കും? എസ് സ്ക്വയർ വൈ ഓഫ് എസ് അല്ലേ? യെസ്. സോ ഇവിടെ എന്ത് വേണം? എസ് സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഫോറിയർ ആണ്, ജെ ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ. ഓക്കെ, ഇത് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കഴിഞ്ഞ മൊഡ്യൂളിൽ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ അവിടെ ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെ ജെ ഒമേഗ സ്ക്വയർ, ജെ ഒമേഗ ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ, ജെ ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് വൈ ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? ജെ ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ. ഓക്കെ, പ്ലസ് 6 ഇൻറ്റു വാട്ട് ഈസ് ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് ടി. അതിന്റെ ലാപ്ലാസ് ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് ടി. What is d by dt of y of t? അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് d by dt of y of t. എന്താണ് വരിക? പറയൂ അക്ഷയ്. d by dt of y of t ന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? ഓക്കെ, d by dt of y of t ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? അക്ഷയ് ഓഡിബിൾ അല്ലേ?
ഓക്കെ, എന്താണ് വരിക പറഞ്ഞു നോക്കൂ. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ഫൈ ഓഫ് ടി എന്താണ്? ബൈ യൂസിങ് ഡിഫറൻസിയേഷൻ ഇൻ ടൈം ഡൊമെയിൻ പ്രോപ്പർട്ടി. ഓക്കെ, ഡിഫറൻസിയേഷൻ ഫ്രീക്വൻസി ഡൊമെയിൻ പ്രോപ്പർട്ടി. ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ ഡിഫറൻസിയേഷൻ ഫ്രീക്വൻസി ഡൊമെയിൻ. ഓക്കെ, അനുശ്രീ എന്താണ് വരിക? ഡി ബൈ ഡി ടി ഓഫ് ഫൈ ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്താണ് വരിക? ജെ ഒമേഗ എക്സ് ഓഫ് അല്ല വൈ ഓഫ് ജെ ഒമേഗ. ഓക്കെ, ജെ ഒമേഗ വൈ ഓഫ് ജെ ഒമേഗ അല്ലേ? ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? എസ് ഓഫ് വൈ ഓഫ് എസ്. ഇൻസ്റ്റെഡ് ഓഫ് എസ് വി ഹാവ് ടു പുട്ട് ജെ ഒമേഗ. അതല്ലേ ഉള്ളൂ. അപ്പൊ 6 ഇൻറ്റു ജെ ഒമേഗ വൈ ഓഫ് ജെ ഒമേഗ പ്ലസ് 5 ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗ. സോ ഇതാണ് ഇക്വേഷൻ നമ്പർ 1-ൽ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോം പോലെ തന്നെ എസ് സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് എസിന്റെ പകരം ഇവിടെ ജെ ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ വരും. ഓക്കെ, അത്രയേ ഉള്ളൂ, അത് ശ്രദ്ധിക്കുക. ദെൻ എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഓഫ് ജെ ഒമേഗ അല്ലെ? എക്സ് ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു വാട്ട്? വൈ ഓഫ് ജെ ഒമേഗ ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ജെ ഒമേഗ. സോറി, എച്ച് ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു വൈ ഓഫ് ജെ ഒമേഗ ബൈ എക്സ് ഓഫ് ജെ ഒമേഗ. സോ ഈ ഇക്വേഷൻ നമ്പർ 2-നെ അതിലെ കോമൺ ടേംസ് ഒക്കെ ഒന്നിച്ചെടുക്കുക, എന്നിട്ട് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. അവിടെ കോമൺ ടേംസ് വൈ ഓഫ് ജെ ഒമേഗ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ജെ ഒമേഗ സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു ജെ ഒമേഗ പ്ലസ് 5, that is equal to 3 into x of j omega. Okay, so we want y of j omega by x of j omega. So find right by എങ്ങനെ എഴുതാം? j omega square plus 6 j omega plus 5. Okay, which is equal to h of j omega. ഇതാണ് h of j omega. Okay, so y of j omega by x of j omega is equal to h of j omega, that is equal to 3 by j omega square plus 6 j omega plus 5. Clear അല്ലേ? നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി, പഠിച്ചാൽ മതി. Is it clear? Okay. So ഇത് ക്ലിയർ ആയിട്ടുണ്ട്. എന്നാലും നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിയെടുത്തോളൂ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ചെയ്യാം, പിന്നെ ഒരു ക്വസ്റ്റ്യൻ വിത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് അതുകൂടി നോക്കാം. ഓക്കെ, അത്രയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കാരണം നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ സിമിലർ ടേംസ് ഒക്കെ പഠിച്ചതാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ഫോറിയർ ട്രാൻസ്ഫോമിൽ വരുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. എ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ a continuous time LTI system. ഈ CT ചെയ്തത് a continuous time LTI system ആണ്. continuous time LTI system is described by differential equation. Okay, described by differential equation d by dt of y of t plus 2 into y of t is equal to x of t. Okay, this is a differential equation. Using Fourier transform, find the output y of t. Find the output y of t for input x of t is equal to, or y of t given x of t is equal to e raised to minus t u of t. Okay. So this is the question. A continuous time LTI system is described by d by dt of y of t plus 2 into y of t is equal to x of t. Okay, using Fourier transform, find the output y of t and given x of t is equal to e raised to minus t u of t. Okay, എന്താണ് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് y of t കണ്ടുപിടിക്കണം.
and also input signal x of t is given. Okay, it is equal to e raised to minus t u of t. Okay, അപ്പം വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. നമ്മളിത് കുറേ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് ചെയ്തു. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ ചെയ്ത അതേ അപ്രോച്ച് തന്നെയാണ്, ബട്ട് ഇവിടെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. y ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്, അത് ഓർമ്മിക്കുക. y ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം അല്ലേ? ടേക്കിംഗ് ഫോറിയർ ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്, അതിനെ മാറ്റി എഴുതുക. ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്യുക? കോമൺ ടേംസ് ഒക്കെ ഒന്നിച്ച് എഴുതി അതിനെ മാറ്റി y ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു y ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ടേമിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോമിൽ കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ y ഓഫ് ജെ ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഓഫ് y ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു വാട്ട്? y ഓഫ് ടി. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ചിലപ്പം മുന്നേ ചെയ്ത പോലെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഒന്നത് ട്രൈ ചെയ്ത് നോക്കിയേ. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് വേഗം ആൻസർ പറഞ്ഞേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ആൻസർ കാണിക്കാൻ പറയും. ഓക്കെ, ഇത് നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ടൈം ആകാറായി. എന്തായാലും ഇത് ഇന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കൂ. എനിക്ക് ആൻസർ എന്നിട്ട് നാളെ എനിക്ക് പറഞ്ഞതാ. കാരണം നിങ്ങൾ ചെയ്താലേ എനിക്കിത് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ വീക്കിലെ ട്യൂട്ടോറിയൽ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഞാൻ ട്യൂട്ടോറിയൽ പ്രോബ്ലംസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. അത് സൺഡേക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യുക, സൺഡേ നൈറ്റിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻസ് 12 സ്റ്റുഡൻസിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്രാവശ്യം നമുക്കൊന്ന് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യണം. ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 മൊഡ്യൂൾസിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ ചെയ്ത് പഠിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെ, അതിൽ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ടും ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ചസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ പഠിച്ച ആ ഒരു ലോജിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് തരും. അപ്പം അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യുക, സൺഡേ നൈറ്റിനുള്ളിൽ അത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ എഴുതി എടുത്തിട്ടില്ലേ എല്ലാവരും?
ഇത് ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. റോൾ നമ്പർ 1. റോൾ നമ്പർ 1 ആബ്സെന്റ് ആണോ? ഓക്കെ, ബാക്കിയുള്ളവരുടെ അറ്റൻഡൻസ് എവിടെ? ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി എടുത്തോളൂ, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കൂ.